എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. എല്ലായ്പ്പോഴും വിജയിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ വിജയങ്ങളും പരാജയങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന പോലെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് ഭാഗങ്ങളാണ്. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ജീവിതത്തിലെ ഓരോ പരാജയങ്ങളും ഒരാളുടെ തകർച്ചയല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് നമ്മൾ ഏത് കാര്യത്തിലാണോ പരാജയപ്പെട്ടത് ആ കാര്യത്തിൽ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പരാജയങ്ങളും. അതുകൊണ്ട് തന്നെ പരാജയങ്ങളിൽ പതറിപ്പോവുകയല്ല, മറിച്ച് വിജയിക്കാൻ നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട് എന്ന സമീപനമാണ് നമുക്ക് ആവശ്യം. 2 തവണ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ വിജയത്തെ നിർവചിച്ച ഒരു വാചകമുണ്ട്: പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്കുള്ള പ്രയാണമാണ് ഓരോ വിജയങ്ങളുമെന്ന്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന ചൊല്ലിനെ ശരിവെക്കുന്നതാണ് ആ നിരീക്ഷണം. നിരന്തരമായ പരിശ്രമങ്ങളാണ് വിജയത്തിന് ആധാരമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. വിജയങ്ങൾ പലപ്പോഴും പരാജയം, നിരാശ, ദുരന്തം എന്നിവയിലൊക്കെയാണ് കെട്ടിപ്പടുക്കുന്നത്. വീഴുന്നതിലല്ലോ, വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്. പരാജയങ്ങളെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. വിജയത്തിലേക്ക് മുന്നേറാനുള്ള ഊർജമാണ് ഓരോ പരാജയത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടത്. പലതവണ വീണ ശേഷമാണ് ഓരോ കുട്ടിയും എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ പരാജയങ്ങളും വീഴ്ചകളുമാണ് വിജയത്തിൻ്റെ മുന്നോടിയെന്ന് നമ്മൾ തിരിച്ചറിയുക. പഠനത്തിലായാലും കളിയിലായാലും കർമ്മവീഥിയിലായാലും ഒക്കെ 1-2 തവണ ലക്ഷ്യത്തിലെത്താതെ വരുമ്പോൾ പിന്മാറാതെ വിജയം നേടുന്നത് വരെ പരിശ്രമിക്കുവാനുള്ള മനസ്സാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. വീണത് വിധിയാക്കി, വീഴ്ചകളെ അവസരങ്ങളാക്കി വിജയത്തിലേക്ക് മുന്നേറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കിയിടാം കഴിവുള്ള വണ്ണം, ദീർഘങ്ങളാം കരങ്ങൾ നൽകി നമ്മെ പാരിലയച്ചതും ഈശ്വരൻ എന്ന വരികൾ ഇവിടെ അന്വർത്ഥമാണെന്ന് ഓർക്കുക. ഒരാളുടെ നല്ല വ്യക്തിത്വ രൂപീകരണത്തിന് അയാളെ സഹായിക്കുന്നത് വിജയങ്ങളെക്കാളേറെ അയാളുടെ പരാജയങ്ങളായിരിക്കും. പരാജയപ്പെടുമ്പോഴാണ് ഉയർന്ന മാനസികാവസ്ഥയോടുകൂടി അയാൾ ചിന്തിക്കാൻ പഠിക്കുന്നത്. പരാജയപ്പെടുമ്പോഴാണ് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതൽ വാശിയുണ്ടാവുന്നത്. പരാജയപ്പെടുമ്പോഴാണ് പക്വതയാർന്ന ജീവിത വീക്ഷണങ്ങൾ നമ്മളിൽ രൂപപ്പെടുന്നത്. ഒരുപക്ഷെ പരാജയപ്പെടുമ്പോഴാണ് സത്യങ്ങളും ചില യാഥാർത്ഥ്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മൾ വിശ്വസിച്ചിരുന്നവർ, നമ്മളെ പറ്റിക്കുകയും ചതിക്കുകയും നമ്മുടെ പരാജയം ആഗ്രഹിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടുമ്പോഴായിരിക്കും. ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാങ്ങിയ ഓരോ പരാജയങ്ങളും ഓരോ പാഠങ്ങളാണ്, ഓരോ പുതിയ അനുഭവങ്ങളാണ്, പുതിയ തിരിച്ചറിവുകളാണ്. ആ പാഠങ്ങളും തിരിച്ചറിവുകളും അനുഭവങ്ങളുമായിരിക്കും നമ്മുടെ ജീവിതത്തെ നേരായ വഴിയിലേക്ക് നയിക്കുന്നത്. ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ അറിയും. എന്നാൽ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയും. പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാറുള്ളത്. പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന അറിവിനേക്കാൾ മഹത്തരമാണ് അകത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന അറിവ്. അതുപോലെ പരാജയങ്ങൾ വിജയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും മൂല്യവും നൽകുന്നുണ്ട്. പരാജയപ്പെടുമ്പോൾ നമുക്ക് യഥാർത്ഥ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കും. വിജയത്തിൽ നമ്മളോടൊപ്പം ചുറ്റിപ്പറ്റി നിന്നവർ പരാജയപ്പെടുമ്പോൾ ഓടി അകലുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പരാജയങ്ങളിലും കൂടെ നിൽക്കുന്നിടത്താണ് ആത്മാർത്ഥമായ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ബന്ധങ്ങളുടെ ആഴം തിരിച്ചറിയാൻ പലപ്പോഴും പരാജയങ്ങൾ വഴിയൊരുക്കുന്നുണ്ട്. നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് സ്വയം പഠിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുള്ള കുറവുകൾ, തെറ്റായ പെരുമാറ്റങ്ങൾ, ചിന്തകളിലെ അപാകതകൾ, തെറ്റിപ്പോയ തീരുമാനങ്ങൾ, ഇവയൊക്കെ നമുക്ക് ബോധ്യമാവും. അവയൊക്കെ പരിഹരിച്ച് കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെ വിജയത്തിലേക്ക് മുന്നേറാൻ ഓരോ പരാജയങ്ങളും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ അബദ്ധമോ അപക്വമോ അല്ല, മറിച്ച് ഓരോ പരാജയങ്ങളും വിജയത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള സൂത്രവാക്യങ്ങളാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.